ഹായ് ഹലോ കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അഴുമാമിസ് ആണ്. സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആനുവൽ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. എല്ലാ ചാപ്റ്റേഴ്സും നല്ല കൃത്യമായിട്ട് പഠിക്കുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എല്ലാ വിഷയത്തിനും എ ഗ്രേഡ് എന്ന് പറയുന്ന ഒരു അടിപൊളി നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തുള്ളൂ. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു റിവിഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് എനർജിയിലെ ചോദ്യങ്ങളാണ്. നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ അതിനകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോഴ്സസ് ഓഫ് എനർജിയെ പരിചയപ്പെടുന്നുണ്ട് അല്ലെ. ഈ സോഴ്സസ് ഓഫ് എനർജിയെ തന്നെ നമ്മൾ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. ഇതിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ വളരെ പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസും റിന്യൂവബിൾ എനർജി സോഴ്സസിലെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫോസിൽ ഇന്ധനങ്ങളെ കുറിച്ചാണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പൊ നമുക്ക് തുടങ്ങാം. ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന രണ്ടാളുകളാണ് പെട്രോളും ഡീസലും. അപ്പൊ എന്തുകൊണ്ടാണ് പെട്രോളും ഡീസലും ഒക്കെ നമ്മൾ ഫോസിൽ ഇന്ധനമായിട്ട് കണക്കാക്കുന്നതെന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ സാധാരണ നമ്മൾ വൺ വേർഡ് എഴുതുക എന്നുള്ളതിന് മറിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ഫോസിൽ ഫ്യൂവൽസ് എന്ന് വിളിക്കുന്നത്? ക്രൂഡ് ഓയിൽ അല്ലെ, coal and natural gas are made from the organic matter trapped underground millions of years ago. വർഷക്കണക്കിന് കാലങ്ങൾക്ക് മുന്നേ അല്ലെ മണ്ണിനടിയിൽ പെട്ടുപോയ ഓർഗാനിക് മാറ്ററിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. Fuels used in the life such as petrol, diesel, kerosene and LPG used for cooking are all refined product അല്ലെ. എല്ലാം എന്താണ്? റിഫൈൻഡ് പ്രോഡക്റ്റ് obtained from ക്രൂഡ് ഓയിൽ. അപ്പൊ ക്രൂഡ് ഓയിലിനെ ശുദ്ധീകരിച്ചിട്ടാണ് നമുക്ക് എന്തൊക്കെ കിട്ടുന്നത്? പെട്രോള്, ഡീസല്, കെറോസിൻ, നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന LPG, ഇവയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. Coal was used for the running trains and ships and also for operating industries before diesel and electricity become popular. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പണ്ട് കാലത്തൊക്കെ അല്ലെ എന്താണ് തീവണ്ടികളും നമ്മൾ നോക്കുന്ന സമയത്ത് കൽക്കരി മോന്തും തീവണ്ടി, കൂകിപ്പായും തീവണ്ടി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഈ കൽക്കരി, അതായത് തീവണ്ടിയിൽ അന്ന് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്താണ്? കൽക്കരിയ. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്മെല്ല്, അതേപോലെ തന്നെ കറുപ്പ് കളറും ആയിരിക്കും അന്തരീക്ഷത്തിൽ മൊത്തം. കാരണം എന്താ? കോളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അത് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. നോക്കിക്കേ നിങ്ങള്, nowadays coal is primarily used in thermal power plants അല്ലെ. ഇപ്പൊ അത് എവിടെയാ യൂസ് ചെയ്യുന്നത്? തെർമൽ പവർ പ്ലാന്റ്സിൽ. അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ മണ്ണിനടിയിൽ പെട്ടുപോയ ജീവികൾ അല്ലെ. അപ്പൊ ഇത്രയും വർഷങ്ങൾ, അതായത് പെട്ടെന്ന് ഇത് രൂപപ്പെടുവോ? ഇല്ല. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് രൂപപ്പെടുവോ? ഇല്ല. ഒരുപാട് വർഷക്കണക്കിന് കാലങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? പെട്രോളിയം. പെട്രോൾ എന്ന് പറയുന്നതിൽ മാറ്റമുണ്ട്. പെട്രോൾ അല്ല, പെട്രോളിയം എന്ന് പറയണം. കാരണം പെട്രോളിയത്തിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ശുദ്ധീകരിച്ച് റിഫൈനറീസിലൊക്കെ കൊണ്ടുപോയിട്ട് കിട്ടുന്ന ഒരുപാട് പ്രൊഡക്ട്സുകളിൽ ഒന്ന് മാത്രമാണ് പെട്രോൾ എന്ന് പറയുന്നത്. സോ പെട്രോളിയം എന്ന് വേണം നമ്മൾ പറയാൻ. രണ്ടാമത്തത് എന്താണ്? കോൾ, കൽക്കരിയാണ്. മൂന്നാമത്തത് നാച്ചുറൽ ഗ്യാസ് ആണ്, പ്രകൃതിവാതകങ്ങളാണ്. ഓക്കെ അല്ലെ. ഇത് മൂന്നും എന്താണ്? ഫോസിൽ ഇന്ധനങ്ങളാണ്. ഇവയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? തീർന്നു പോകുന്നുണ്ട്. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് ആസ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവർ എന്ത് പറയുന്നത്? നോൺ റിന്യൂവബിൾ, പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ. കാരണം പെട്ടെന്നൊന്നും നമുക്കിത് രൂപപ്പെടുക എന്നുള്ളത് വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് വർഷം എടുത്തിട്ടാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നത്? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. അപ്പോൾ നിങ്ങളെടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ഫ്ലോ ചാർട്ട് തന്നിട്ട് ഇത് കൃത്യമായിട്ട് പൂരിപ്പിക്കാനായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് തന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പൂരിപ്പിക്കാൻ എല്ലാവർക്കും അറിയില്ലേ? പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി. ഈ ക്രൂഡ് ഓയിലിനെ ശുദ്ധീകരിക്കുന്ന സമയത്ത് അല്ലെ ഓയിൽ റിഫൈനറീസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെട്രോള് കിട്ടും, ഡീസൽസ് കിട്ടും അല്ലെ, LPG കിട്ടും, കെറോസിൻ കിട്ടും, വാക്സ് കിട്ടും, ബിറ്റുമിൻ കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് ആൻസറിൽ എഴുതാവുന്നതാണ്. ക്ലിയർ? അപ്പോ ഇതുപോലെ എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിന്റെ വജ്ര ബാച്ച് ഉള്ളത്. നിങ്ങൾ
ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 5ാം ക്ലാസ്സിൽ നമുക്ക് പൃഥ്വി ബാച്ച് ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ 6ാം ക്ലാസ്സിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. 6ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏത് ബാച്ച് ഉണ്ട്, വജ്ര ബാച്ച് ഉണ്ട്. അപ്പൊ വജ്ര ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളിലും അല്ലെ നമുക്ക് എല്ലാ ടോപ്പിക്കുകളും വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കാം. സോ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. എല്ലാവരും അടിപൊളിയായി പഠിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്.